ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. മാനേജിംഗ് എഡിറ്റർ എന്ന് കാണണം. സാറ് ക്യാബിനിലുണ്ട്. എന്താ കാര്യം? ഞാനിവിടെ സബ് എഡിറ്റർ ട്രെയിനിയായിട്ട് ജോയിൻ ചെയ്യാൻ വന്നതാ. അതെയോ? എന്താ പേര്? വെൽ മിസ്റ്റർ അനന്തകൃഷ്ണൻ, അരനൂറ്റാണ്ടിന്റെ മഹത്തായ പാരമ്പര്യമുള്ള ഒരു സ്ഥാപനമാണിത്. കേരള ഭൂമിയുടെ ആ റിച്ച് ട്രഡീഷന്റെ ഒരു കണ്ണിയായിട്ടാണ് നിങ്ങൾ ഇന്നിവിടെ ജോയിൻ ചെയ്യുന്നത്. ട്രൈ ടു ബി വർക്ക് ഓഫ് ഇറ്റ്. യെസ് സർ. രാധാമണി, സർ, ഇയാൾക്ക് വേണ്ട എല്ലാ ഗൈഡൻസും കൊടുക്കണം. ആരുടെ കീഴിലാണ് ഇയാളെ പോസ്റ്റ് ചെയ്യുക? റിപ്പോർട്ടിംഗ് തുടങ്ങട്ടെ സാർ. മൂർത്തി സാറിന്റെ കീഴിലാവാം. ദാറ്റ്സ് ഗുഡ്. നിര്യാതരായി. തന്റെ നാളെന്താ? തൃക്കേട്ട. അത് പറയേ. തൃക്കേട്ടക്കാർക്കിപ്പോ ശനിദശയാവണം ഉറപ്പ്. അല്ലെങ്കിൽ വലതുകാല് വെച്ച് വന്നു കയറിയ ഉടനെ മൂർത്തിയുടെ കീഴിലേക്ക് അയക്കില്ല. അസൂയപ്പെട്ടിട്ട് കാര്യമില്ല തരക. ചരമവാർത്ത എഴുതാനല്ലാണ്ട് മറ്റൊന്നിനും കൊള്ളില്ലാത്ത തന്റെ കയ്യിലാക്കണോ പിന്നെ ഇയാളെ? കേട്ടോ അനിയ, മൂർത്തിയുടെ കീഴിൽ 1 കൊല്ലം ട്രെയിൻ ചെയ്താൽ മതി. ഒന്നുകിൽ താനീ പണി വേണ്ടെന്ന് വെച്ചു, അല്ലെങ്കിൽ ലോകത്ത് എവിടെ ചെന്നാലും ഞെളിഞ്ഞു നിൽക്കാവുന്ന ഒരു ജേർണലിസ്റ്റ് ആയിട്ട് മാറും. മാറ്. മദ്യപാനം പതിവുണ്ടോ? ഇല്ല. എങ്കിൽ പഠിക്കാം. അതിന് ഇതിനേക്കാൾ നല്ലൊരു ഗുരുവിനെ വേറെ കിട്ടൂല. പിന്നെ ആളുകളോട് വഴക്ക് കൂടുക, മെക്കിട്ട് കയറുക, ലോകത്തെ മുഴുവൻ പുച്ഛം, അങ്ങനെ പലതും പഠിക്കാം. ഭാവി ഭദ്രം. പേഴ്സണൽ ലൈഫ് എന്തോ ആവട്ടെ, റിപ്പോർട്ടിംഗിൽ മൂർത്തി സാറിനെ വെല്ലാൻ ഇന്ന് ഈ ഫീൽഡിൽ ആരുമില്ല. റിപ്പോർട്ടിംഗ് മാത്രമല്ല മാഡം, ജേർണലിസം. ചരമവാർത്ത അല്ലാണ്ട് എന്ന് പറഞ്ഞ് മാധവേട്ടൻ എന്നെ പുച്ഛിച്ചല്ലോ. ചരമവാർത്ത എന്താ ഇത്ര നിസ്സാര കാര്യമാണ്? ഒബിച്വറി റൈറ്റിംഗ് എന്ന് പറയുന്നത് ഒരു പ്രത്യേക ബ്രാഞ്ചാണ് ഡെസ്കിൽ. ഞാനിവിടെ ജോയിൻ ചെയ്ത് ഒരാഴ്ച കഴിഞ്ഞപ്പോഴാണ് ഇന്ദിരാജി മരിക്കുന്നത്, പ്രൈം മിനിസ്റ്റർ. അന്ന് അവരുടെ ഒബിച്വറി ഞാനൊരു എഴുത്തെഴുതി. അത് വായിച്ചിട്ട് ഇപ്പോഴത്തെ ചീഫ് എഡിറ്റർ മാധവ മേനോൻ സാറിന്റെ അച്ഛൻ കൊല്ലങ്കോട് രാവുണ്ണി മേനോൻ പറഞ്ഞു, ഇത്രയും ഈടുറ്റ ഒരു ചരമക്കുറിപ്പ് വേറെ അദ്ദേഹം വായിച്ചിട്ടില്ലാന്ന്. ഓക്സ്ഫോർഡിൽ നിന്നും ഡീലിറ്റ് എടുത്ത ആളാ രാവുണ്ണി മേനോൻ. ഗണപതിക്ക് വെച്ചത് ഏതായാലും ഏറ്റു. അതിൽ പിന്നെ ചരമക്കുറിപ്പല്ലാണ്ട് വേറെ ഒന്നും കാര്യമായിട്ട് എഴുതേണ്ടി വന്നിട്ടില്ല. അതിനും വേണം സാറേ ഒരു കഴിവ്. ഇവിടെ ഈ ചരമവാർത്ത എഴുതുന്ന ആരാണാവോ? ഞാനാണ്. വരൂ, പറഞ്ഞോളൂ. ആരാ മരിച്ചത്? പേര്, വീട്ടുപേര്, വയസ്സ്, ബന്ധുക്കൾ വിശദമായിട്ട് പറഞ്ഞോളൂ. മരണകാരണം? കാരണമോ? പുലി പോലെ ഞാനിവിടെ ജീവിച്ചിരിക്കുമ്പോ ഞാൻ മരിച്ചു എന്ന് പറഞ്ഞ എന്റെ ഫോട്ടോ സഹിതം പത്രത്തിൽ അത് കണ്ട് റീത്തുമായി കുറെ ഏഭ്യന്മാര് വീട്ടിൽ കണിയും. പോസ്റ്റ്മാന്റെ വക പിന്നാലെ ആരാരും അറിയാണ്ട് ഒരു മൂലയിൽ കിടന്ന് മരിച്ച കുഞ്ഞിരാമ പൊതുവാളുടെ സ്ഥാനത്ത് 4 ആളറിയണ ബ്ലോക്ക് കമ്മിറ്റി പ്രസിഡന്റ് ഈ കുഞ്ഞികൃഷ്ണ പൊതുവാളുടെ പടം തന്നെ കൊടുക്കണല്ലേ എനിക്ക്? രാമൻ എന്നുള്ളത് മാറി കൃഷ്ണനായി പോയതാണ്. പറ്റിയതാണ് സാറ് ദയവായി ക്ഷമിക്കും. ഒരു തിരുത്തു കൊടുക്കാം. അതെ, മരിച്ചിട്ടില്ല, മരിക്കാൻ പോണേ ഉള്ളൂ എന്നും പറഞ്ഞ് ഈ പത്രപ്രവർത്തനം എന്ന് പറയുന്നത് വെറും ഒരു താങ്ക്ലെസ് ജോബാണ്. നീയാ ഇതിപ്പോ 2ാമത്തെ തവണയാ. ഇനി ഇത് ആവർത്തിച്ചാൽ തരകന് പഴയ പ്രൂഫ് റീഡറുടെ കസേരയിൽ തന്നെ പോയി ഇരിക്കേണ്ടി വരും. എനിക്ക് റിപ്പോർട്ട് ചെയ്യാതിരിക്കാൻ പറ്റില്ല. സോറി മാഡം. 5 ദിവസത്തെ അമേരിക്കൻ സന്ദർശനത്തിന് ശേഷം രാഷ്ട്രപതി ഡൽഹിയിൽ തിരിച്ചെത്തി. ആലപ്പുഴയിൽ ഇന്നലെ ഉണ്ടായ ബോട്ടപകടത്തിൽ 18 പേർ മുങ്ങി മരിച്ചു. ശബ്ദം കുറയ്ക്കൂ. വന്നല്ലോ ഗുരുനാഥൻ. മൂർത്തി സാറേ, ഇത് മിസ്റ്റർ അനന്തകൃഷ്ണൻ, പുതിയ സബ് എഡിറ്റർ ട്രെയിനിയാ. ഗുഡ് മോർണിംഗ് സർ. മൂർത്തി സാറിന്റെ അസിസ്റ്റന്റ് ആയിട്ടാ ആദ്യത്തെ പോസ്റ്റിംഗ്. എന്താ തന്റെ ക്വാളിഫിക്കേഷൻ? MA ലിറ്ററേച്ചറാണ്. അതല്ല ചോദിച്ചത്, ഈ പ്രൊഫഷനിലേക്ക് വരാൻ എന്താ യോഗ്യതയെന്ന്. അത് പിന്നെ എനിക്ക് അങ്ങനെയൊന്നുമില്ല. ഞാൻ ഫ്രഷ് ആയിട്ട് വരികയാണ്. മറ്റ് എക്സിക്യൂട്ടീവ് പോസ്റ്റുകളൊന്നും തടഞ്ഞു കാണൂല. വാദ്യാർ പണിക്ക് കോഴ കൊടുക്കാൻ ചില്ലുവാനും തികഞ്ഞു കാണില്ല. എന്നാ പിന്നെ ആർക്കും വേണ്ടാത്ത ഒരു പണിയില്ലേ? കറക്റ്റ്. അല്ല സർ, ജെനുവിൻ ഇൻട്രസ്റ്റ് കൊണ്ടാണ് ഞാൻ അപേക്ഷിച്ചത്. But don't ever think that this is a bed of roses. മുഴുവൻ മുള്ളുകളും ദുർഘടങ്ങളുമാണ്. ശരിക്കും ഒരു ശരശയ്യ. ഇവിടെ പിടിച്ചു നിൽക്കണമെങ്കിൽ ഒരുപാട് അനുഭവിക്കേണ്ടി വരും. തളരാതെ പിടിച്ചു നിൽക്കണം. എന്തും ചലഞ്ചോടെ നേരിടാനുള്ള ഒരു സ്പിരിറ്റ് ഉണ്ടാവണം. ആ സ്പിരിറ്റ് ഒരു ലഹരി പോലെ ഞരമ്പിൽ കത്തി നിൽക്കണം. എങ്കിലേ തന്നിലൊരു ജേർണലിസ്റ്റ് ജനിക്കൂ. റിപ്പോർട്ടിങ്ങിലാണ് തുടക്കം. റിപ്പോർട്ട് ചെയ്യേണ്ടത് വാർത്തകളാണ്. ഇറങ്ങ്. വൈകിട്ട് 5 മണിക്ക് പ്രസ് ക്ലബിൽ. കം വിത്ത് ദ ന്യൂസ്. എവിടെ നിന്ന് എന്ത് വാർത്തയാണ് സാർ ഞാൻ റിപ്പോർട്ട് ചെയ്യേണ്ടത്? ലുക്ക് അറൗണ്ട് യുവർ സെൽഫ്. ഇവിടെ ജീവിതമുണ്ട്. ലൈഫ് ഇസ് ദ ന്യൂസ്. അത് കാണാനുള്ള കണ്ണ് വേണം.
വൈകിട്ട് 5 മണിക്ക് പ്രസ് ക്ലബിൽ വാർത്തകളുമായി വരിക.